നമസ്കാരം. ഷാർജയിൽ താമസ സ്ഥലത്ത് യുവതിയും പിഞ്ചുകുഞ്ഞും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ യുവതിയുടെ അമ്മ പരാതി നൽകി. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നിതീഷ് വിഭജികയെ മാനസികമായി നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും അമ്മ ശൈലജയോടും അടുത്ത ബന്ധുക്കളോടും പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മ ശൈലജ പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകിയിരിക്കുന്നത്. ഷാർജ ഫോറൻസിക് വിഭാഗത്തിലുള്ള മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടരുകയാണ്. നടപടികൾ തിങ്കളാഴ്ചയോടെ പൂർത്തിയാക്കാനാണ് ശ്രമം. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിരുന്നു. സംഭവം ആത്മഹത്യയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും കേസന്വേഷണം തുടരുകയാണ്. അതേസമയം മകളുടെ ഭർത്താവ് നിതീഷിനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് യുവതിയുടെ അമ്മ ശൈലജ ഉന്നയിക്കുന്നത്. മകൾക്ക് നീതി കിട്ടണമെന്നും ഭർത്താവിനും കുടുംബത്തിനുമെതിരെ നടപടി വേണമെന്നും അമ്മ ആവശ്യപ്പെട്ടു. മകളെ ഈ അവസ്ഥയിൽ ആക്കിയവരെ വെറുതെ വിടരുത്, അതിനായി ഏതറ്റം വരെയും പോകും. കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നും അമ്മ ശൈലജ ആവശ്യപ്പെട്ടു. എന്റെ മകളെ നിതീഷ് ഒരു വട്ടം ഭീഷണിപ്പെടുത്തിയിരുന്നു. 4-5 ലക്ഷം രൂപ ശമ്പളവും വാങ്ങിച്ച് എന്റെ മകളുടെ ശമ്പളവും കൊണ്ട് ജീവിച്ചിട്ടും നിതീഷിന് തികഞ്ഞിരുന്നില്ല. കമ്പനിയുടെ ഷെയർ മറിച്ചു വിറ്റു. അതും തികയാതെ വന്നപ്പോൾ ഈ കാശ് എന്തു ചെയ്തുവെന്ന് മകൾ ചോദിച്ചു. നിതീഷ് പറയുന്നില്ല. ഇത്രയുമായിട്ടും തികഞ്ഞില്ലെങ്കിൽ ഇനി കമ്പനിയെ ചതിച്ചാൽ അത് അറിയിക്കുമെന്ന് മകൾ പറഞ്ഞു. നീ കമ്പനിക്ക് പരാതി കൊടുത്താൽ ജോലി പോകും, നിന്നെ വെച്ചേക്കില്ലെന്ന് നിതീഷ് അന്ന് പറഞ്ഞു. അമ്മയെ കാണാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ID എടുത്തു മാറ്റി. വിവാഹം ചെയ്തുകൊണ്ട് പോയി അന്ന് തുടങ്ങിയതാണ് ഈ പീഡനം. 1 മിനിറ്റ് എന്റെ മകളുടെ കൂടെ ഇരിക്കാൻ പെങ്ങൾ സമ്മതിക്കില്ല. വീട്ടിൽ പോലും വരാതെയായി. പെങ്ങളും അച്ഛനുമെല്ലാം ഇതിന് കൂട്ടുനിന്നുവെന്നും അമ്മ ശൈലജ പറഞ്ഞു. എന്റെ മകളെയും കുഞ്ഞിനെയും ഇവിടെ എത്തിക്കണം. അവനെയും കുടുംബത്തെയും വെറുതെ വിടരുത്. നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം. എന്റെ പൊടി കുഞ്ഞിനെയും മകളെയും വിട്ടുതരണം. അവൻ നോക്കാത്തത് കൊണ്ടല്ലേ എന്റെ പൊടി കുഞ്ഞും മകളും മരിക്കേണ്ടി വന്നത്. എന്റെ കുഞ്ഞ് വെറും പാവമായിരുന്നു, പ്രതികരിക്കാൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്. ഭർത്താവിന് നിതീഷിനും കുടുംബത്തിനുമെതിരെ എല്ലാ നടപടികളും ഉണ്ടാകണമെന്നും ശൈലജ പറയുന്നു. ഷാർജ അൽ സഹദയിൽ 1.5 വയസ്സുകാരിയായ മകളെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയ കൊല്ലം കേരളപുരം സ്വദേശിനി വിഭജിക മണിയന്റെ ആത്മഹത്യാക്കുറിപ്പും പുറത്തു വന്നിരുന്നു. നോട്ട്ബുക്കിലെ 6 പേജുകളിൽ തന്റെ കൈകൊണ്ട് എഴുതിയ ദീർഘമായ കത്ത് ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിലും വൈകാതെ അത് അപ്രത്യക്ഷമായി. ഭർത്താവ് നിതീഷ് മോഹൻ കത്ത് ഡിലീറ്റ് ചെയ്തതായാണ് ബന്ധുക്കൾ സംശയിക്കുന്നത്. എന്നാൽ അതിനു മുൻപ് കത്ത് ഡൗൺലോഡ് ചെയ്തതിനാൽ തെളിവായി മാറി. കഴിഞ്ഞ ചൊവ്വാഴ്ച മരിച്ച വിഭജികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹത്തിലെ തുടർ നടപടികൾക്കും മറ്റു നിയമ നടപടികൾക്കുമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇടപെട്ടിട്ടുണ്ട്. നിതീഷിനും അയാളുടെ പിതാവിനുമെതിരെ ഗുരുതര ആരോപണമാണ് വിഭജിക കത്തിൽ എഴുതിയിരിക്കുന്നത്. ഭർത്തൃപിതാവ് അപമര്യാദയായി പെരുമാറിയതായും സ്ത്രീധനം കുറഞ്ഞു പോയതിന്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിക്കുന്നുവെന്നും കുറിപ്പിലുണ്ട്. മരിക്കാൻ ഒരു ആഗ്രഹവുമില്ല. മകളുടെ മുഖം കണ്ട് കൊതി തീർന്നിട്ടില്ല. ഒരിക്കലും കൊലയാളികളെ വെറുതെ വിടരുത്. തന്റെ മരണത്തിൽ നിതീഷ് മോഹൻ, ഭർത്തൃ സഹോദരി നീതു എന്നിവരാണ് 1-ാം പ്രതികൾ. 2-ാം പ്രതി ഭർത്താവിന്റെ പിതാവ് മോഹനൻ. അച്ഛൻ അപമര്യാദയായി പെരുമാറിയെന്ന് അറിഞ്ഞിട്ടും നിതീഷ് പ്രതികരിച്ചില്ല. അതിനു പകരം എന്നെ കല്യാണം ചെയ്ത് അയാൾക്ക് കൂടി വേണ്ടിയാണ് എന്നായിരുന്നു മറുപടി. ഭർത്തൃ സഹോദരി തന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ലെന്നും കുറിപ്പിൽ വെളിപ്പെടുത്തുന്നു.